ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹവും ലോറിയും ഗംഗാവലി നദിയിൽ നിന്ന് കണ്ടെടുത്തു. കാണാതായി 72-ാം ദിവസമാണ് അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. ലോറിയുടെ ക്യാബിനിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. കാർവാർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഉടൻ പോസ്റ്റ്മോർട്ടം ചെയ്യും. DNA പരിശോധനാ ഫലം കിട്ടിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചു. കാത്തിരിപ്പുകൾ ഫലം കണ്ടില്ല. അർജുൻ തിരികെ വന്നതുമില്ല. എങ്കിലും എണ്ണിക്കാത്തിരുന്ന ദിവസങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയതിന്റെ നേരിയ സമാധാനമുണ്ട് അർജുന്റെ പ്രിയപ്പെട്ടവർക്ക്. ഗംഗാവലി പുഴയിൽ ഇന്നലെയും ഇന്നുമായി നടത്തിയ തിരച്ചിൽ ഏറെ നിർണായകമായിരുന്നു. നേവി അടയാളപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് 2-ൽ അർജുന്റെ ലോറിയുണ്ടെന്ന് സ്കൂബ ഡൈവേഴ്സ് ഇന്നലെ ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് തിരച്ചിൽ. 12 മീറ്റർ താഴ്ചയിൽ നിന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് അർജുന്റെ ലോറി ഉയർത്തിയത്. ലോറിയുടെ ക്യാബിനിൽ മൃതദേഹ ഭാഗങ്ങളുണ്ടായിരുന്നു. മൃതദേഹം അർജുന്റേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. വണ്ടിയിൽ അർജുനുണ്ട്, വണ്ടി നമ്മളതാണ്. കണ്ടെത്തി ഇത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട്, ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുന്. മൃതദേഹവും ലോറിയും പുറത്തെടുക്കുമ്പോൾ അർജുന്റെ ബന്ധു ജിതിനും പുഴയുടെ തീരത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് അവസാനം വരെ പോരാടുന്നില്ലേ. ഇപ്പം എല്ലാവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വണ്ടി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വിവാദങ്ങൾക്കുള്ളൊരു ഉത്തരം തന്നെയാണ്. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതിയത് തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. മൃതദേഹ ഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. മൃതദേഹം അർജുന്റേതാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധനയും നടത്തും. ദൗത്യവുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24-നോട്. Now we got the body and we got the truck. Body, if administration and police department should take the action. And first of all, I will thankful to you people from Kerala, all media people. ഏറെ ശ്രമകരമായാണ് പുഴയിൽ നിന്ന് ലോറി കരക്കെത്തിച്ചത്. അർജുന് വേണ്ടി കാത്തിരുന്നവരുടെ ഉള്ളുപോലെ അശാന്തമായിരുന്നു ഗംഗാവലി പുഴയും. ഇപ്പോൾ ശാന്തമായ ഒഴുക്ക്. അർജുന്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ നിറയുന്നതും ഇതുപോലെ ഭാരമേറിയ ശാന്തതയാകും. ടീം 24 ഷിരൂർ.